മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ഭാരതം 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ചയോടെ മാർപ്പാപ്പയുടെ ഭൗതികദേഹം വത്തിക്കാൻ ബസിലിക്കയിൽ എത്തിക്കും. അന്നു മുതൽ വിശ്വാസികൾക്കും പൊതുജനങ്ങൾക്കും അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഉണ്ടാകും. ഹൃദയസ്തംഭനവും മസ്തിഷ്കാഘാതവുമാണ് മരണകാരണമെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചു. വിവരങ്ങൾ നൽകാനായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെയാണ് ജനങ്ങളുടെ പോപ്പ് എന്ന് തന്നെയാണ് ടൈം മാഗസിൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിയാണ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഭാരതം ഇപ്പോൾ 3 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ ഐസൺ. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത് തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ഒരു അന്തിമോപചാരം അർപ്പിക്കുന്ന പരിപാടികളെല്ലാം തന്നെ, അതായത് വിശ്വാസികൾക്കെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വിൽപത്രമുണ്ടായിരുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന അനുശോചനം അർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും അവസരമൊരുക്കുക എന്നൊരു നിലപാടാണ്. മാത്രമല്ല, കർദിനാൾമാർക്ക് മാത്രമായി പ്രത്യേക അവസരമൊരുക്കുന്ന രീതിയിൽ പ്രത്യേക സംവിധാനങ്ങളൊന്നും പാടില്ല എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത് സെൻറ്റ് മേരീസ് മേജർ ബസിലിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം വളരെ ലളിതമായിരിക്കണം എല്ലാ സംസ്കാര ചടങ്ങുകളും, അത്തരത്തിലുള്ള എല്ലാ ക്രിയകളും, അന്തിമ പരിപാടികളെല്ലാം തന്നെ, അവസാന ചടങ്ങുകളെല്ലാം തന്നെ അത്തരത്തിലായിരിക്കണമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം നേരത്തെ തന്നെ പലതവണ സൂചിപ്പിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം ഒരു കൃത്യമായ രേഖകൾ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം തുടർച്ചയായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ധരിക്കുന്ന ഈ കുർബാന വേളയിലും അതുപോലെ തന്നെ വിശുദ്ധ ചടങ്ങുകളുടെ വേളയിലുമെല്ലാം തന്നെ അദ്ദേഹം ധരിക്കുന്ന ആ വസ്ത്രത്തിൻ്റെ ഭാഗം ഉൾപ്പെടെ ക്രിമേഷനിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അത്തരത്തിൽ അതോടൊപ്പം സംസ്കരിക്കണം എന്ന ആവശ്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടങ്ങളിലെ പ്രധാന സംഭവ വികാസങ്ങളെല്ലാം തന്നെ ചേർത്ത ഒരു ഡീഡ് അല്ലെങ്കിൽ ഒരു രേഖ സമർപ്പിക്കണം. അത്തരത്തിലുള്ള നിരവധിയായ ആവശ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിൽ കൂടി ഏറ്റവും ലളിതമായിരിക്കണമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ലളിതമായ ചടങ്ങുകളോടെ വ്യാഴാഴ്ചയോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ മരണം അറിയിച്ച ആ കർദിനാൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ, അതായത് ഈ ഔദ്യോഗിക രേഖകളിൽ, അതായത് പ്രധാനപ്പെട്ട രേഖകളിലെല്ലാം തന്നെ ഒപ്പുവയ്ക്കുന്ന ഫിഷർമെൻ റിംഗ് എന്നൊക്കെ പറയുന്ന ആ സംവിധാനം തകർക്കുക. അതായത് എന്നു മുതലാണോ ആ ഒപ്പിടുന്ന സംവിധാനം ഇല്ലാതാകുന്നത്, ആ നിമിഷം മുതൽ പോപ്പിൻ്റെ പദവിയിൽ വേക്കൻ്റ് ആണ്, അല്ലെങ്കിൽ പോപ്പിൻ്റെ പദവി ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് ആ ഒരു നീക്കത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിലൂടെ അതിൻ്റെ ഒരു സൂചകമായി കണക്കാക്കുന്നത്. അത്തരത്തിലുള്ള ചടങ്ങുകളെല്ലാം തന്നെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തുടർച്ചയായി ഒരു മാർപ്പാപ്പയുടെ ക്രിമേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്തിമ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നിരവധിയായ കാര്യങ്ങളാണ് നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ലോകം മുഴുവനുമുള്ള ബിഷപ്പുമാർ ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ക്ലിമിസ് ബാവ ഉൾപ്പെടെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എത്താറായിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് നമുക്ക് ലഭ്യമായ സൂചന. അത്തരത്തിൽ വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള ഒരു പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മം നടക്കുന്നു എന്നുള്ളതും മറ്റൊരു വ്യത്യസ്തതയായി കണക്കാക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം അവിടെ തന്നെ സംസ്കരിക്കണമെന്ന ഒരു നിലപാട് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ കാര്യങ്ങൾ ഏറ്റവും ലളിതമായി നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ പോപ്പ് അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ജീവിതം മുഴുവൻ അനുവർത്തിച്ചത്. അത് അത്തരത്തിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകമാവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനുമുള്ള ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ആ കാഴ്ചപ്പാടിനനുസൃതമായി അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളും നടത്താൻ ഒരുങ്ങുകയാണ് വത്തിക്കാൻ. ഐസൺ, ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് ഇനി അടുത്ത ആരായിരിക്കും? ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ്, സ്ഥാനാരോഹണം തുടങ്ങി കുറേ കാര്യങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും കാര്യങ്ങളും എന്താണ്? അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും അഞ്ജന, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പുതിയ പോപ്പിൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചടങ്ങുകളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ പോപ്പിന്, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങുകളുടെ ഭാഗമായി നടന്ന യോഗങ്ങൾ, അതിലെ കോൺക്ലേവുകളെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അത് 2013 അത് ഏറെ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഇത്തരത്തിലുള്ള വോട്ടെടുപ്പ് രേഖകളും ബാലറ്റുകളും എല്ലാം തന്നെ അന്തിമമായ ചർച്ചകൾക്ക് ശേഷം കൃത്യമായി ആരെ തിരഞ്ഞെടുക്കണമെന്നൊരു തീരുമാനമെടുക്കുകയും അതിൽ കൃത്യമായ തീരുമാനമില്ലെങ്കിൽ ആ തീരുമാനമെടുത്ത ആ രേഖ
രേഖകൾ മുഴുവൻ ഏത് രീതിയിലുള്ള ചർച്ചകളാണോ നടന്നത് ആ ചർച്ചകളുടെ എല്ലാം തന്നെ ഒരു മിനിറ്റ്സിൻ്റെ സ്വഭാവമുള്ള രേഖകളെല്ലാം തന്നെ കത്തിക്കുകയും ആ കത്തിക്കുന്നതോടൊപ്പം തന്നെ ചില വൈക്കോൽ ചേർത്ത് കത്തിക്കുകയും ചെയ്യുമ്പോൾ കറുത്ത പുക ചിമ്മിനിയിലൂടെ പുറത്തു വരികയും ചെയ്യും. അത്തരത്തിൽ കറുത്ത പുക വരുന്ന ഒരു സാഹചര്യം ഒഴിവായി വെളുത്ത പുക വരുമ്പോഴാണ് ആ കോൺക്ലേവ് നടക്കുന്ന മുറിയിൽ നിന്നും വെളുത്ത പുക ഉയരുമ്പോൾ പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തു എന്ന ഒരു സന്ദേശം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുന്നിലൊക്കെ തടിച്ചുകൂടുന്ന ആളുകൾക്ക് നൽകുക എന്ന ലക്ഷ്യം കൂടി അതിനുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രധാനമായ ചടങ്ങ്, ഏറെ ആകർഷകമായ ഒരു ചടങ്ങാണ് അതിൻ്റെ ഭാഗമായി നടക്കുക. 138ഓളം പേർ കർദിനാൾമാർ വോട്ട് ചെയ്യാനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 50 വയസ്സിന് താഴെയുള്ളവരായിരിക്കും വോട്ട് ചെയ്യുക. അത്തരത്തിൽ ചിലരുടെ പേരുകളെല്ലാം തന്നെ പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു സുപ്രധാന കാര്യം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഭാരതത്തിൽ നിന്നുള്ള 4 ബിഷപ്പുമാരുടെ സാന്നിധ്യം കൂടി, 4 കർദിനാൾമാരുടെ സാന്നിധ്യം കൂടി വോട്ടെടുപ്പിലുണ്ട് എന്നതാണ്. അത് കർദിനാൾ ഫിലിപ്പ് മേരി ഫിറേറോ, അത് ഗോവൻ കർദിനാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ കർദിനാൾ ആൻ്റോണി പൂല എന്ന് പറയുന്ന ഡൽഹി ബിഷപ്പുണ്ട്. കർദിനാൾ ജോർജ് ഗോക്കാട്ട് എന്ന് നമ്മൾ ഈ അടുത്ത ദിവസം ഓർഡൈൻഡായ അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനാരോഹണം നടന്ന ആ ബിഷപ്പിൻ്റെയും സാന്നിധ്യം. 2 മലയാളി ബിഷപ്പുമാരുണ്ട്. അതൊന്ന് കർദിനാൾ ബസിലിയോസ് ക്ലീമീസ് ഭാവയും അതുപോലെ തന്നെ ജോർജ് ജേക്കബ് എന്ന് ഈ അടുത്ത ദിവസം, അതായത് ഈ അടുത്ത കാലങ്ങളിൽ 2 മാസങ്ങൾക്ക് മുമ്പ് സ്ഥാനാരോഹിതനായ മലയാളി കൂടിയായ ആ കർദിനാളിൻ്റെ കൂടി ഒരു സാന്നിധ്യമുണ്ട് എന്ന് ഈ വോട്ടെടുപ്പിൽ എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ കാണുന്നത്. 4 ഭാരതീയരും അതിൽ 2 പേർ മലയാളികളുമാണ് എന്ന ഒരു ഗൗരവമേറിയൊരു വാർത്ത അല്ലെങ്കിൽ കൗതുകകരമായൊരു വാർത്ത കൂടി ഇതിന് പിന്നിലുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. 80 വയസ്സിന് താഴെയുള്ളവരാണ് വോട്ട് ചെയ്യുക. ആ വോട്ട് ചെയ്തതിന് ശേഷം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുകയും മാർപ്പാപ്പയെ അവരോധിക്കുന്ന ചടങ്ങുകൾ നടക്കുകയും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള മറ്റ് ചടങ്ങുകളിലേക്ക് നീങ്ങുകയുമാണ് ചെയ്യുക. ഇത് ഓരോന്നോരോന്നായി നടക്കുകയാണ് ചെയ്യുക. ചില ഷോർട്ട് ലിസ്റ്റുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും തന്നെയില്ല. ചില മാധ്യമങ്ങളുടെ നിരീക്ഷണങ്ങളും അതുപോലെ അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ചില നിരീക്ഷണങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി ഇത് സംബന്ധിച്ച് കുറേ കൂടി കൃത്യതയാർന്ന വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും പുതിയ പോപ്പിൻ്റെ സ്ഥാനാരോഹണവും ഏറെ ഗൗരവമർഹിക്കുന്ന അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടെ ലോകം നോക്കിക്കാണുന്ന ഒരു പ്രത്യേക ചടങ്ങ് തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ശരി.